എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ചുറ്റും ഒരുപാട് പേരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. സ്ട്രോക്ക് എന്ന് പറയുന്ന അസുഖം. ശരീരത്തിൻ്റെ ഒരു ഭാഗം, അതായത് ഇടത് കൈയോ കാലോ അല്ലെങ്കിൽ വലത് കൈയോ കാലോ ഒരുമിച്ച് തളർന്നു പോവുകയും തുടർന്ന് നമ്മുടെ നോർമലി ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്ന ഒരു അസുഖം കൂടിയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സ്ട്രോക്കിലേക്ക് നയിക്കുന്ന പല കാരണങ്ങളും ഉണ്ടാവാം. തുടർച്ചയായി കൺട്രോളിലില്ലാത്ത പ്രമേഹം, ബ്ലഡ് പ്രഷർ, അതായത് കൺട്രോൾഡ് അല്ലാത്ത BP, അതുപോലെ വേറെ പല ബ്രെയിനിലുണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം സ്ട്രോക്കിലേക്ക് നയിക്കുന്ന സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. സ്ട്രോക്ക് ബാധിതനായ ഒരു വ്യക്തിനെ നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലാണ് ശരിക്കും ആയുർവേദത്തിൻ്റെ റോള് ഏറ്റവും കൂടുതലായിട്ടിരിക്കണേ എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പക്ഷേ ഒരു 2-3 ദശകങ്ങൾക്ക് മുമ്പ് വരെ ഒരുപാട് നമ്മുടെ സമൂഹത്തിലെ പക്ഷാഘാതം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സ ചെയ്യുക എന്ന് പറയുന്ന പരക്കെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം വിട്ടുകൊണ്ട് ഇന്ന് ഒരുപാട് ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഒരു പക്ഷേ സ്ട്രോക്ക് ബാധിച്ചിട്ടുള്ള ഒരു വ്യക്തിനെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയും കൂടിയാണ് ആയുർവേദം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അഫ്കോഴ്സ് നമുക്കൊരു അക്യൂട്ടായിട്ടുള്ള സ്ട്രോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറയണത് നിലവിൽ ആയുർവേദത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുന്നില്ല കേരളത്തിൽ എന്നുള്ളത്. പക്ഷേ ആ അക്യൂട്ട് സ്റ്റേജ് ഒരു എമർജൻസി മാനേജ്മെൻറ്റിലൂടെ അലോപ്പതി ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു വ്യക്തിനെ പല രീതിയിലും ആയുർവേദ ചികിത്സയ്ക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രോക്ക് വന്ന് പലപ്പോഴും 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി മാറ്റങ്ങളൊന്നും വരാത്തൊരു സമയത്തൊക്കെയാണ് നമ്മുടെ അടുത്തേക്ക് രോഗികൾ വരാറുള്ളത്. ഇനി ആയുർവേദത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള സ്റ്റിഫ്നെസ്, ഭയങ്കരമായിട്ടുള്ള ഇളക്കം വരാതെ ഭയങ്കര സ്റ്റിഫായിട്ട് ശരീരം ഉണ്ടാവുക, അത്തരം സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ ഏറ്റവും നന്നായിട്ട് ആയുർവേദ ചികിത്സ റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്ട്രോക്ക് വന്ന് രോഗി അതർവൈസ് സ്റ്റേബിളായ ആദ്യത്തെ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയുർവേദ ചികിത്സ ചെയ്യുക എന്നുള്ളതാണ്. അത് ആയുർവേദത്തിൻ്റെ അകത്തേക്കുള്ള മരുന്നുകൾ ഉൾപ്പെടെ പുറമേക്കുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ഉൾപ്പെടെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും സ്ട്രോക്ക് ഒരാളെ ബാധിക്കുമ്പോൾ പല രീതിയിലും സ്ട്രോക്ക് ഉണ്ടാവാം. ത്രോംബസ്, എംബോളൈ, അതുപോലെ ഹെമറേജ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് ആധുനിക വൈദ്യശാസ്ത്രം സ്ട്രോക്കിനെ കാണുന്നത് എങ്കിൽ ആയുർവേദ രീത്യ പക്ഷാഘാതം എന്ന് പറയുന്ന ഒരു അസുഖത്തെ മനസ്സിലാക്കുന്നത് മദം, മൂർച്ഛ, സന്യാസം എന്ന ചില ക്ലിനിക്കൽ എൻറ്റിറ്റീസും, ആവരണജന്യമായിട്ടുള്ള പക്ഷാഘാതം, അതുപോലെ ധാതുക്ഷയജന്യമായിട്ടുള്ള പക്ഷാഘാതം എന്നൊക്കെയാണ് ആയുർവേദ ഡോക്ടർ സ്ട്രോക്കിനെ അല്ലെങ്കിൽ പക്ഷാഘാതത്തെ മനസ്സിലാക്കുകയും ഓരോ രോഗിയിലും പല രീതിയിലുമാണ്, അതായത് ദോഷങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി വാദവും പിത്തവും അല്ലെങ്കിൽ വാദവും കഫവും എല്ലാം ചേർന്നിട്ട് ഉണ്ടാക്കുന്ന പക്ഷാഘാതത്തെ അതിനനുസരിച്ചിട്ടാണ് ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അടുത്തേക്ക് രോഗി എത്തുമ്പോൾ കൈ കാലുകൾ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ വ്യത്യാസം വരുത്താൻ പറ്റുന്നത് കാലിൻ്റെ ചലനശേഷിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് കൈയിൻ്റെ ഫൈൻ മൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഹെമറേജും ഇൻഫാക്റ്റും എന്ന് പറയുന്ന 2 കാറ്റഗറിയിൽ സ്ട്രോക്കിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഹെമറേജിക് സ്ട്രോക്സ് സ്റ്റേബിളായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നാൽ അതാണ് ഏറ്റവും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന സ്ട്രോക്സ്. ഇൻഫാക്റ്റീവ് സ്ട്രോക്സ് ഹെമറേജിക് സ്ട്രോക്സിനെക്കാട്ടിലും അത് അത്ര അപകടകാരികൾ അല്ലെങ്കിൽ പോലും റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ചും കൂടി സമയമെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട്, രോഗിയുടെ പ്രായം, രോഗിക്കുള്ള ബാക്കി കോമോർബിഡിറ്റീസ്, പ്രമേഹം, പ്രഷർ മുതലായയുടെ കൺട്രോൾ, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് രോഗിയുടെ ബലം, ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അതിന് ചികിത്സയോടുള്ള റെസ്പോൺസ്. നമ്മൾ വസ്തി എന്ന് പറയുന്ന ചില സ്പെഷ്യലായിട്ടുള്ള മെഡിസിൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ മരുന്ന് കയറ്റി വയറിളക്കി ചലനശേഷിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള തെറാപ്യൂട്ടിക് ടെക്നിക്കാണ് പല രീതിയിലുള്ള വസ്തി എന്ന് പറയുന്നത്.
അത് മാത്രമല്ലാതെ സംസാരശേഷി നഷ്ടപ്പെടുക, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, മനസ്സിലാവാതിരിക്കുക, അഫേസിയ, ഡിസാർത്രിയ മുതലായ പല സംസാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങളും രോഗികൾക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം കണ്ടീഷനിൽ തലയ്ക്കുള്ള ഒരുപാട് ചികിത്സകൾ, അതായത് ശിരോവസ്തി, ശിരോധാര, ക്ഷീരധൂമം, പ്രതിസാരണം മുതലായ കണ്ടീഷൻ ടു കണ്ടീഷൻസ് രോഗിയിൽ ഒരുപാട് വ്യത്യാസങ്ങളും വ്യത്യാസങ്ങൾ കൊണ്ടുവരാനുള്ള ചികിത്സകളുണ്ട്. ഇതെല്ലാം തന്നെ രോഗിക്ക് അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത്. പലപ്പോഴും ആദ്യത്തെ ഒരു കോഴ്സ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ 15 മുതൽ 1 മാസം വരെയുള്ള സാധ്യതകളാണ്. ചിലപ്പോൾ അത്ര വലിയ സിവിയർ അല്ലെങ്കിൽ 15 ദിവസമാവും, അല്ലെങ്കിൽ 1 മാസം വരെ ഉണ്ടാവാം. ചികിത്സയുടെ ദൈർഘ്യം രോഗിയുടെ റെസ്പോൺസ് അനുസരിച്ചിട്ടാണ്. അതിനുശേഷം ആ ഫർദർ ഇമ്പ്രൂവ്മെൻറ്റ് ഒരു 6 മുതൽ 8 മാസത്തിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി IP അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുക. അടുത്തൊരു 6-8 മാസത്തിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുക. അങ്ങനെ ഒരു 2 മുതൽ 3 അഡ്മിഷൻസ് ആകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളില്ലാതെ ആളെ ഫങ്ഷണലി തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റാറുണ്ട്. അഫ്കോഴ്സ് എവിടെ എത്ര വലുതായിട്ട് എത്ര സിവിയർ ആയിട്ടാണ് സ്ട്രോക്ക് വന്നതിൻ്റെ മുകളിലായിരിക്കും ആസ്പദമാക്കിയിട്ടായിരിക്കും ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിൽ ആയുർവേദ ചികിത്സ നൽകിക്കൊണ്ട് ഒരുപാട് പക്ഷാഘാതം ബാധിച്ചിട്ടുള്ള വ്യക്തികളുടെ ദുരിതങ്ങളിൽ നിന്നും അവരെ മുക്തി നേടാനുള്ള സാഹചര്യം ഒരുക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നുള്ളതും, എത്രയും പെട്ടെന്ന് ആയുർവേദ ചികിത്സ തേടി അതിൻ്റെ ഗുണഭോക്താക്കളായി നമുക്ക് എല്ലാവർക്കും മാറാം എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം.